പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ച് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കിക്കേ. പോയ പകൽക്കാലം ദൈവത്തിൻ്റെ കൃപയെ ഒന്ന് ഓർത്ത് നോക്കി. എത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് നടത്തി, എത്ര അതിശയകരമായി കർത്താവ് നടത്തി. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ ആമേൻ പകൽക്കാലം കർത്താവ് ആമേൻ രാവിലെ നമ്മളെ ഉണർത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്നെത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ കർത്താവ് എന്നെ ഉണർത്തിയത്, ഞാൻ ഉണർന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ ഉണർത്തിയതാണ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ടൊക്കെ സ്തോത്രം. 89-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ ഞാൻ അറിയിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്നുള്ള തിരുവെഴുത്തുണ്ട്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മനുഷ്യൻ്റെ മുഖത്തേക്കല്ല നോക്കിയത്. ആരംഭത്തിൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പാ അപ്പാ അപ്പാ, അങ്ങ് കൃപയും കരുണയും ഉള്ളവനാകിയാൽ സ്തോത്രം. അങ്ങേക്ക് ഞങ്ങളോട് ദയയും വിശ്വസ്തതയും ഉള്ളതോർത്ത് സ്തോത്രം. അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം അപ്പൻ്റെ കരുണയിലും അപ്പൻ്റെ കൃപയിലും ജയത്തോടെ അത്ഭുതകരമായി മുന്നേറുവാൻ അങ്ങ് കൃപ തന്നിരിക്കുന്നതിന് സ്തോത്രം. അപ്പേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പയെ അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ ഫേവർ ഉണ്ടാകണം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് മുഖാന്തരം അവരുടെ ലൈഫിൽ ഒരു പ്രത്യേക ബ്ലെസ്സിങ്സ് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക ബ്ലെസ്സിങ്സിന് കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൈറോയിഡ് മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ, തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മുഖാന്തരം ഭാരം അനുഭവിക്കുന്നവർ, ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹിരണ്യയുടെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം അവരുടെ മേൽ വരട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. സയാറ്റിക്ക, അതായത് കാലിൻ്റെ പുറകിൽ ആമേൻ ഞരമ്പ് വലിഞ്ഞു മുറുകി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഹല്ലേലൂയ. കാൽമേലുണ്ടാകുന്ന പെരുപ്പ്, കാൽമേലുണ്ടാകുന്ന അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥത കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, മറ്റ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ പല ആവശ്യങ്ങളുണ്ടാകുമല്ലോ, അതിന്മേലെല്ലാം അവരേത് ആവശ്യത്തിൽ ഭാരപ്പെട്ടാണോ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത്, അല്ല അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ, തക്കതായ ആലോചനകൾ വരണമേ, ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ലോകത്തെമ്പാടും ഇന്ന് സഭായോഗം നടക്കുന്ന ദിവസമാണ്. സഭയെ അനുഗ്രഹിക്കണം, സഭയെ വളർത്തണം, സഭയെ അതിശയമാക്കി തീർക്കണം. മാത്രം പോരാ, ലോകവ്യാപകമായൊരു റിവൈവലിന് സഭായോഗങ്ങൾ മുഖാന്തരമായി തീരണം. കർത്താവ് എല്ലാ കാര്യങ്ങളും കർത്താവ് തക്ക സമയത്ത് ചെയ്യുന്നതിന് സ്തോത്രം. സഭയെ വളർത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഒരു മിറക്കിൾ ഡേ ആയി നിങ്ങളുടെ ലൈഫിൽ ഇത് മാറട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം, ഇന്ന് നിങ്ങൾ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആമേൻ അവിടെ നിർത്തിയെടുക്കും. കർത്താവേ, നാളെ വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിന് ബ്ലസ് ചെയ്യണമേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരണമേ എന്നൊരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ അത്ഭുതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അത്ഭുതം? ഇന്നലെ നമ്മൾ കേട്ടത് ആമേൻ യൈറൂസിന്
പത്രോസിൻ്റെ വീട്ടിലേക്ക് പോയ കർത്താവ് അവൻ ഇടയ്ക്ക് വെച്ചുണ്ടായ സംഭവങ്ങൾ ഇന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യം എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് അവൻ ഇത് നമുക്ക് നൽകുകയാണ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഈ വിശ്വാസം കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന വിശ്വാസം ഉണ്ടാകണം. അതായത് വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മുടെ അകത്ത് വിശ്വാസം ജീവിക്കണം, വിശ്വാസം കണ്ടിന്യൂഡ് ആയിരിക്കണം. ആമേൻ. ജീവിക്കുന്ന വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനത്തെ വിശ്വാസം ഉണ്ടാകണം? ജീവനുള്ള വിശ്വാസം ഉണ്ടാകണം. ജീവനുള്ള വിശ്വാസം വളരുന്ന വിശ്വാസം, ജീവനുള്ള വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസം. ആമേൻ. ജീവനുള്ള വിശ്വാസം വളരും, ജീവനുള്ള വിശ്വാസം പ്രവർത്തിക്കും. ഇത് രണ്ടും വേണം വിശ്വാസത്തിനകത്ത്. അവൻ വളരാത്ത വിശ്വാസം കൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കാത്ത വിശ്വാസം കൊണ്ടും കാര്യമില്ല. നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീക്ക് അവിടെ അകത്തുണ്ടായിരുന്ന വിശ്വാസമാണ് അവിടെ ആ ബലഹീനതകളിലും അവിടെ പ്രതികൂലങ്ങളുടെ നടുവിലും അവളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയത്. അപ്പം അവൾ ആ ബലഹീനത പറഞ്ഞ് വീട്ടിലിരിക്കുക, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നില്ല. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ ന്യായപ്രമാണ പ്രകാരം പുറത്തിറങ്ങാൻ പാടില്ല, പൊതുസമൂഹത്തിന് നടുവിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല. എന്നിട്ടും അവിടെ വിശ്വാസമാണ് അവളെ ആ നടുക്കൂടെ യാത്ര ചെയ്യിപ്പിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിന് തുമ്പിൽ തൊടിയിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തും ജീവിക്കുന്ന വിശ്വാസം പ്രവർത്തിക്കണം. നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ ചെയ്യുന്നവരായിരിക്കും. എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ആമേൻ, ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതായത് കർത്താവ് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. പലർക്കും പലപ്പോഴും സംശയങ്ങളാണ്. കർത്താവ് ഇതൊക്കെ ആണോ, നേരാണോ, ഈ ഉപദേശിമാരും ഒക്കെ പറയുന്നത് ശരിയാണോ? അവൻ ജീവിക്കുന്ന ദൈവം, അവൻ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ തൻ്റെ അടുക്കൽ വരുന്നവർക്ക്, തന്നെ ആവേശത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിന് കർത്താവ് പ്രതിഫലം നൽകുന്നു എന്നും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദൈവത്തിലേക്ക് വരാൻ. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് വേണം, എനിക്ക് ഇതിന് മുഖാന്തരം ഒരു അനുഗ്രഹം ഉണ്ടാകും. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് കാല് താഴോട്ട് വെക്കുമ്പോൾ ഞാൻ കർത്താവേ, ഇന്ന് മോർണിംഗ് മെസ്സേജിൽ കർത്താവ് ഇടപെടണം. അത് പറയുന്ന എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കണം. ആമേൻ. അതിനെനിക്ക് പ്രതിഫലം കർത്താവ് തരുമെന്ന് എനിക്കറിയാം. കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് പറയുന്നതിന് കർത്താവ് എനിക്ക് പ്രതിഫലം തരും. അതുപോലെ കേൾക്കുന്ന നിങ്ങൾ, ആവേശത്തോടെ കേൾക്കുന്ന, വിശ്വാസത്തോടെ കേൾക്കുന്ന നിങ്ങൾക്കും കർത്താവ് എന്ത് തരും? പ്രതിഫലം തരും. ഇത് നമ്മൾ വിശ്വസിക്കണം, കർത്താവ് ചെയ്യുമെന്ന്. ആമേൻ. ഞാൻ സഭായോഗത്തിന് പോകുന്നതിന് കർത്താവ് എനിക്ക് പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കണം. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നതിന്, വേദോത്സവം വായിക്കുന്നതിന്, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതിന്, മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നതിനൊക്കെ കർത്താവ് എനിക്ക് പ്രതിഫലം തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒന്നും പ്രതിഫലമില്ലാത്ത പരിപാടി ദൈവരാജ്യത്തിലില്ല. ആമേൻ. കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രതിഫലമില്ലാത്ത ഒന്നുമില്ല. ഇന്നിപ്പോൾ ഈ മോർണിംഗ് മെസ്സേജ് പറയുമ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ട്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, കന്നഡയിലേക്ക്, തമിഴിലേക്ക് ഒക്കെ ട്രാൻസ്ലേറ്റ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, കർത്താവ് ഇവർക്കെല്ലാം പ്രതിഫലം കൊടുക്കണം. ഇവർക്ക് ഈ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം പ്രത്യേകം കൊടുക്കണം. യെസ്, അത് കർത്താവ് തരും. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും, ആമേൻ, നിങ്ങൾ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പ്രതിഫലം വലുത് വേണമെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യും. ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും എന്തുണ്ട്? പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് ആമേൻ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സ്വർഗ്ഗം നിങ്ങൾക്ക് പ്രതിഫലം തരും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം തരും. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചില്ലേ, അതിനും പ്രതിഫലമാണ്. ഇനി വീണ്ടും പ്രാർത്ഥിച്ചാലും അതിനും പ്രതിഫലമാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും പ്രതിഫലം. ലോകത്തിലെ യജമാനന്മാർ കണ്ടില്ലെന്ന് നടിക്കും, ലോകത്തിലെ പ്രിയപ്പെട്ടവർ കണ്ണടച്ച് കളയും. എന്നാൽ സ്വർഗത്തിലെ യജമാനൻ, നമ്മുടെ പ്രാണപ്രിയൻ, ഒരിക്കലും കണ്ണടച്ച് കളയത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രതിഫലം തരും. ഞാൻ വിശ്വാസത്തോടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് സഹോദരങ്ങളെ, മാതാപിതാക്കളെ നിങ്ങളോട് പറയുന്നത്, കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ഓർത്തു, അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തു, അതിന് പ്രതിഫലമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഈ മോർണിംഗ് മെസ്സേജ് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഓർത്തോണം, അതിന് നിങ്ങൾക്ക് റിവാർഡ് കർത്താവ് നൽകിയിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരണം, പ്രതിഫലമുണ്ട് കേട്ടോ. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ കർത്താവ് ജീവിക്കുന്നുണ്ടെന്നും കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും അറിയേണ്ടതല്ലയോ? ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പോൽക്കാലം കർത്താവിൻ്റെ ഗ്രേസ്, ഫേവർ, ഓവർഫ്ലോയിങ് ഫേവർ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. പറ, ഒക്ടോബർ ഈസ് ദ മന്ത് ഓഫ് മിറക്കിൾസ്. ഉറക്കെ പറഞ്ഞ്, ഒക്ടോബർ ഈസ് ദ മന്ത് ഓഫ് മിറക്കിൾസ്. ഞാൻ ജീവിക്കുന്നത് ആ ഫേവറിൻ്റെ എന്ന മേലാപ്പിൻ്റെ കീഴിലാണ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.